റാം നാരായൺ റാം. ജീവിതത്തിൽ ഓരോ മനുഷ്യനും ധ്യാനത്തോട് മെഡിറ്റേഷൻ നിർബന്ധമായി ബന്ധപ്പെട്ടു നിൽക്കണം. അതിലൂടെ ആത്മകല്യാണം സംഭവിക്കാനാകും. ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെയും വിവേകത്തെയും ആത്മാവിനെയും ശക്തിപ്പെടുത്താൻ കഴിയും. അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാകുന്നു. അതുകൊണ്ട് ഓരോ വ്യക്തിയുമെങ്കിലും ധ്യാനം നിർബന്ധമായി ചെയ്യണം. ധ്യാനം ശബ്ദ ഊർജം ആണ്. അത് നമ്മുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന 50,000 കോടിയോളം ആത്മാക്കളെ ഊർജവാന്മാരാക്കുന്നു. അതിനാൽ നമ്മുടെ ശരീരത്തിന് ശക്തിയും ജീവനും ആലോചിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്ന ശേഷിയും ലഭിക്കുന്നു. ഈ ശബ്ദ ഊർജം പ്രകൃതിയിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. നമ്മുടെ ഭൂമി ആകാശത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാഠശാലയാണ്. ഈ പാഠശാല പാസ്സാകുക, അതിൽ പൂർണ്ണ മാർക്ക് നേടുക അത്യന്തം ബുദ്ധിമുട്ടുള്ളതാണ്. ഇന്നുവരെ ആരും ഇതിൽ പൂർണ്ണ മാർക്ക് നേടിയിട്ടില്ല. നാം കേട്ട എല്ലാ ദൈവങ്ങളിലേക്കും മതങ്ങളിലേക്കും നോക്കിയാൽ ആരും ആകാശത്തിലെ പരീക്ഷ പാസ്സായിട്ടില്ല. ആരെങ്കിലും അതിൽ പൂർണ്ണ മാർക്ക് നേടുന്നുണ്ടെങ്കിൽ ആകാശത്തിൻ്റെ ബിരുദം അവനാണ് ലഭിക്കുക. അവൻ ആകാശത്തിൽ രാജാവായിരിക്കും. അവനാണ് മോക്ഷം ലഭിക്കുക. നമ്മുടെ അന്തസ്സിലുള്ള ആത്മാവിലായാണ് വിവേകം നിലനിൽക്കുന്നത്. അതാണ് നമ്മെ ശരിയായ ദിശയിൽ നയിക്കുന്നത്. എന്നാൽ നാം വിവേകത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെ പോവുകയാണെങ്കിൽ മോക്ഷം പ്രാപിക്കാനാവില്ല. ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള 50 ലക്ഷം കോടി ആത്മാക്കൾ ഒരേ സ്ഥലത്ത് കേന്ദ്രീകൃതമായി ഉരുളുന്നു. അവ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഊർജം നിറയ്ക്കുന്നു. നമുക്ക് മനസ്സിൽ ഉറച്ചിരിക്കുക വേണം. എല്ലായ്പ്പോഴും ഞങ്ങൾ ധ്യാനം ചെയ്യേണ്ടതുണ്ട്. ധ്യാനത്തിലൂടെ ഒരുപാട് ചിന്തകൾ, പ്രശ്നങ്ങൾ, മനസ്സിൻ്റെ ആശങ്കകൾ, സംശയങ്ങൾ എല്ലാം ക്ഷയിച്ചു പോകും. ധ്യാനാവസ്ഥയിലേക്ക് പ്രവേശിച്ചാൽ ഒരു ആഴമുള്ള ശാന്തിയിൽ ഇരുന്നുകൊണ്ട് റാം നാരായൺ റാം എന്ന നാമം ജപിച്ചുകൊണ്ട് ഒരാഗ്രഹത്തോടെയും ഏകാഗ്രതയോടെയും ധ്യാനം തുടരുക. റാം നാരായൺ റാം നാമത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠത എന്തെന്നാൽ ആദ്യത്തിൽ ജപിക്കാൻ മനസ്സായി ശ്രദ്ധ ആവശ്യമുണ്ടാകുമ്പോഴും കുറച്ചുനേരം കഴിഞ്ഞാൽ ഈ ജപം നമ്മുടെ ശ്വസന വ്യവസ്ഥയുമായി സ്വാഭാവികമായി ലയിച്ചു പോകുന്നു. റാം നാരായൺ റാം എന്ന ശബ്ദം നമ്മുടെ അകത്തെ വിവേകവും ജ്ഞാനബോധവുമാണ്. ഈ ശബ്ദം എല്ലാവർക്കുമായി എല്ലായിടത്തും എല്ലാ ചൈതന്യത്തിലും ചേർന്നതാണ്. ഈ ശബ്ദം നമ്മോട് സംസാരിക്കുന്നു. നമ്മൾ ഈ ശബ്ദത്തെ വിളിക്കുമ്പോൾ അത് നമ്മെ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, ഞങ്ങളിലേക്ക് സമീപിക്കുന്നു. ഇത് നമ്മുടെ എല്ലാ പ്രവൃത്തികളും പൂർത്തിയാക്കുന്നു. നാം മനുഷ്യർ ചിന്തിക്കുകയും ശപഥങ്ങൾ എടുക്കുകയും തത്വങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ കർമ്മം, അതായത് ആ പ്രവൃത്തി ചെയ്യുന്നതിന് സഹായിക്കുന്നത് റാം നാരായൺ റാം തന്നെ ആണ്. നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും ചിന്തകളിലും അതിൻ്റെ അടിസ്ഥാനമായുള്ളത് റാം നാരായൺ റാം തന്നെ ആണ്. ഈ റാം എല്ലായിടത്തും ഉണ്ട്, ഓരോ കണത്തിലുമുണ്ട്. ഇവരോടൊപ്പം ഉള്ളതല്ലാതെ ഈ ലോകത്ത് ഒന്നുമില്ല. ഈ ലോകത്തിൽ ഒരേയൊരു മതം മാത്രമേ ഉണ്ടായിരിക്കേണ്ടതുള്ളൂ, അതാണ് ജീവമതം. ഭൂമിയിൽ ഉള്ള മറ്റു എല്ലാ മതങ്ങളും മനുഷ്യൻ തന്നെ നിർമ്മിച്ചതാണ്. അതിൽ സത്യമില്ല. നമ്മൾ പ്രകൃതിയുടെ നിയമം മാത്രമാകണം അംഗീകരിക്കുക. അതാണ് സത്യവും എല്ലാം. റാം നാരായൺ റാം.